അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവില് റോക്കി സിജോയെ ഇടിച്ചിരിക്കുകയാണ്. ഓൺ ദ സ്പോട്ടിൽ തന്നെ ബിഗ് ബോസ് റോക്കി കൺസ്ട്രക്ഷൻ റൂമിലേക്ക് വരൂ എന്ന് പറഞ്ഞു വിളിച്ചു. റോക്കി നേരെ കൺസ്ട്രക്ഷൻ റൂമിലേക്ക് പോകുന്നു. ബിഗ് ബോസ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് എല്ലാ താരങ്ങളും എനിക്കെതിരെ മാത്രമാണ് ഗെയിം കളിക്കുന്നത്, എന്നെ പ്രൊവോക്ക് ചെയ്യുന്നതാണ് ഇവരുടെ എല്ലാവരുടെയും ഉദ്ദേശം. അവൻ എൻ്റെ താടിയിൽ പിടിച്ചില്ലായിരുന്നെങ്കിൽ, അവൻ എൻ്റെ പുറത്ത് തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ ഇടിക്കില്ലായിരുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ് ഏതാണ്ട് കുഞ്ഞു പിള്ളേര് കരയുന്ന രീതിയിൽ. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ട് സ്കൂളിൽ ടീച്ചേഴ്സിന്റെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയി ടീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മൾ കരയില്ല, അവൻ എൻ്റെ പെൻസിൽ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ അടിക്കില്ലായിരുന്നു ടീച്ചറെ, അവൻ എൻ്റെ പേൻ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാൻ അവൻ അടിക്കില്ലായിരുന്നു ടീച്ചറെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് റോക്കി കരഞ്ഞില്ലാണ്ടാവാണ്. 6 വർഷത്തെ കാത്തിരിപ്പാണ് ബിഗ് ബോസെ. എന്താണ് സിജോ എൻ്റെ തോളത്ത് തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ തോളത്ത് തൊടു എന്ന് പറഞ്ഞ സമയത്ത് അവൻ എന്നെ തൊട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അടിക്കില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള സോഫയുമൊക്കെ തലയടിച്ച് കൈയടിച്ച് ഇരുന്ന് കുഞ്ഞി പിള്ളേരുടെ മാതിരി കരയുന്ന റോക്കിയാണ് കാണിക്കുന്നത്. ഈ എന്ത് കരഞ്ഞിട്ടും ഒരു കാര്യമില്ല. റോക്കിക്ക് അറിയാം താൻ പുറത്തായി എന്നുള്ള കാര്യം. 6 വർഷമായിട്ട് ബിഗ് ബോസ് കാണുന്ന, അത് ആഗ്രഹിച്ച് വന്ന റോക്കിക്ക് അറിയാം. ഒരു സീസണുകളിലും കാണാൻ പറ്റാത്തൊരു സീനാണ് ബിഗ് ബോസ് മലയാളം സീസൺ 6 ഇന്നത്തെ ലൈവിൽ കണ്ടത്. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് TRP റേറ്റിംഗ് ഇങ്ങനെ മാനത്തോട്ട് പൊങ്ങിപ്പോകുന്ന ഒരു എപ്പിസോഡായിരിക്കും തീർച്ചയായിട്ടും. ഞാൻ 1ാം സീസൺ മുതൽ 5ാം സീസൺ വരെ മുഴുവൻ കണ്ടൊരു വ്യക്തിയാണ്. ഇതുവരെ കണ്ടിട്ടില്ല ഇത്തരത്തിലൊരു സീൻ. റോക്കിയുടെ കരച്ചിലൊക്കെ കാണണം. എന്തെങ്കിലും ഒരു ചാൻസ് ബിഗ് ബോസിലേക്ക് വീണ്ടും കയറാനായിട്ട്, അത് റോക്കി ആ കരച്ചില് കരഞ്ഞു തീർക്കുന്നുണ്ട്. നീ എന്ത് പറഞ്ഞിട്ടും എന്ത് ചെയ്തിട്ടും എന്ത് മാപ്പ് പറഞ്ഞിട്ടും സിജോയുടെ കാല് പിടിച്ചിട്ടും ഒരു കാര്യവുമില്ല. അത്രയും ഫിസിക്കൽ അസോൾട്ട്, അത്രയും ജെനുവിൻ ആയിട്ടുള്ള ഒരു ഫിസിക്കൽ അസോൾട്ടാണ് നമ്മൾ ഈ ഒരു 6 സീസണുകൾ കണ്ട സമയത്ത് ഇതുവരെ ബിഗ് ബോസ് ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള ഒരു ഫിസിക്കൽ അസോൾട്ട്. അതും 5-8 വർഷമായിട്ട് ബോക്സിങ് പ്രാക്ടീസ് ചെയ്യുന്ന റോക്കി തൻ്റെ കൈ വെച്ച് പവറിലാണ് സിജോന്റെ മുഖത്തിടിച്ചിരിക്കുന്നത്. സിജോ അപ്പം തന്നെ ബാക്കിലേക്ക് വീഴുന്നുണ്ട്. എല്ലാ വീട്ടുകാർ കൂടി ചേർന്ന് സിജോനെ താങ്ങി പിടിക്കുന്ന സീനൊക്കെ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഇനി എന്തു പറഞ്ഞിട്ടും കാര്യമില്ല. 6 വർഷത്തെ കാത്തിരിപ്പ് 15ാം എപ്പിസോഡിൽ അവസാനിച്ചു എന്ന് കരുതി നേരെ പുറത്തേക്ക് ഇറങ്ങിക്കോ. പോലീസ് ചിലപ്പോൾ ജീപ്പായിട്ട് വന്ന് പുറത്ത് തന്നെ നിൽപ്പുണ്ടാവും. ആ ജീപ്പിൽ കയറി അങ്ങ് പോകാം. ഇത്രയും മോശമായിട്ടൊരു പ്രവൃത്തി ഇതുവരെ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. അതും ഇത്രയും ഗെയിം അറിഞ്ഞു വന്ന റോക്കി തന്നെ ചെയ്തപ്പോൾ പിന്നെ എന്തു പറഞ്ഞിട്ട് എന്ത് കാര്യം. അപ്പോൾ നമുക്ക് കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും കാണാം. ഇനി എന്തൊക്കെയായിരിക്കും റോക്കിക്കെതിരെയുള്ള ലീഗൽ ആക്ഷൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. ബിഗ് ബോസ് മലയാളം സീസൺ 6 പുതുത്തൻ വിശേഷങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്താൽ കാണുന്നവർ ലൈക്കും കൂടി ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. താങ്ക്